വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അഖിൽജിൻ്റെ തല മസാജ് ചെയ്തിട്ടാണ് കേട്ടോ മോസ്റ്റ്ലി എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഞങ്ങളുടെ റൂമിൽ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ എപ്പോഴും ഈ ഒരു ഇരുട്ടായിരിക്കും. അതുകൊണ്ട് എണീറ്റുകൊണ്ട് ഞാൻ കർട്ടൻസ് മാറ്റും. സോ എണീറ്റ് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ചെയ്യുന്നത് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് കേട്ടോ. ഘോഷ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് എൻ്റെ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയാം. ആൻഡ് ഫസ്റ്റ് ഞാൻ അലോവേരയും വൈറ്റമിൻ ഇയും കൂടെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ആദ്യം തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എണീറ്റ് മുഖം ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ടോണർ യൂസ് ചെയ്ത് റോസ് വാട്ടറിൻ്റെ ടോണർ യൂസ് ചെയ്ത് മുഖം ആദ്യം ടോൺ ചെയ്തതിന് ശേഷം ഞാൻ ക്രീമല്ല ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് പതിവ് ചെയ്യുന്നത്. അലോവേരയുടെ ജെല്ല് ഡിപ്പ് ചെയ്തിട്ട് അതിലൊഴിച്ചിട്ട് പിന്നെ വൈറ്റമിൻ ഇയുടെ നമ്മുടെ ടാബ്ലറ്റും പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനതൊരു മോയ്സ്ചറൈസർ പോലെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മോർണിംഗ് സ്കിൻ കെയറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അത് നന്നായിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഘോഷ വെച്ചിട്ട് ഫേസിൻ്റെ ആ ഒരു റൊട്ടീൻ ചെയ്യുക പതിവ്. അപ്പം ഞാനതിൽ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഞാൻ അത് മാത്രമായിട്ട് കാണിക്കാത്തത്. ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. കാരണം ഞാനത് ചെയ്യുന്ന രീതി ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അത് തെറ്റാണെങ്കിൽ പിന്നെ നിങ്ങളും കൂടെ അത് കണ്ട് തെറ്റ് പഠിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പഠിച്ചതിന് ശേഷം അതിൻ്റേത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ ചെന്ന് ബുൾസൈ അടിച്ചു, സണ്ണി സൈഡ് അപ്പ്. ബുൾസൈ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഓവർനൈറ്റ് ഓട്സും പിന്നെ ഫ്രൂട്ട്സും ഒരു സണ്ണി സൈഡ് അപ്പ് ഉള്ളത് എനിക്ക്, 2 ഉള്ളത് അയിൽജേടിന്. അപ്പം ഞങ്ങൾ അവൻ താഴെ വരത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് റൂമിൽ വരാം പതിവ്. അവൻ എന്തോ ഒരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ക്യാമറയൊക്കെ നോക്കി കറക്റ്റാണോ എന്നൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ആ സീരീസും കണ്ട് ഞാൻ റെഗുലർ വാച്ചറല്ല ആ സീരീസിൻ്റെ. അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോറി എന്താണെന്നും അറിയത്തില്ല. കുറേ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അങ്ങനെയൊക്കെ ഉള്ള സീരീസാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നത്. മോർണിംഗ് ഫുഡൊക്കെ കഴിക്കുന്നത് റൂമിൽ ഇരുന്നിട്ട് അതിന് സീരീസൊക്കെ കണ്ടാണ്. ഇപ്പോൾ കറൻ്റ്ലി ഒരു 2-3 ഡേയ്സായിട്ട് ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് ഞാൻ നമ്മൾ കഴിച്ച പാത്രമൊക്കെ താഴ്ക്കൊണ്ടേ വെച്ച് കഴുകിയിട്ട് പിന്നെ എനിക്ക് ഇവിടെ കിച്ചണിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ അമ്മ ഞാൻ ചോദിക്കാം അമ്മയടുത്ത് എന്തെങ്കിലും ഉണ്ടാകുന്നു. അപ്പോൾ അമ്മ പറയും എന്താണെന്ന് പറയും. അപ്പോൾ അത് മാത്രമേ ഞാൻ ചെയ്യും. പറയും എന്ന് വെച്ചാൽ വേറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തേങ്ങ തിരുമ്മി കൊടുക്കാൻ പറയും. അപ്പോൾ അത് തിരുമ്മി കൊടുക്കും. ചിലപ്പോൾ കട്ട് ചെയ്യാൻ എന്തെങ്കിലും കാണും, അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കും. അല്ലാതെ എനിക്ക് സീരിയസ്ലി പറയുവാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും സിങ്കിൽ പാത്രം കിടക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ കിടക്കുവാണെങ്കിൽ അത് കഴുകി കൊടുക്കും കേട്ടോ. അത്രയൊക്കെ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഇവിടത്തേക്കെന്നും പറഞ്ഞങ്ങനെ ഒരുപാട് ടാസ്കോ പണിയോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കിന്നൊരു ഫോട്ടോഷൂട്ടുണ്ട്. ഈവനിങ് അല്ല, ആഫ്റ്റർനൂണാണ് ഫോട്ടോഷൂട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ഞാനിങ്ങനെ എടുക്കുമായിരുന്നു. ആ സാരിക്ക് മാച്ച് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുള്ള. പിന്നെ അതിൻ്റെ പോകാനുള്ള ബാഗെല്ലാം ഞാൻ പിക്ക് ചെയ്തു. എനിക്ക് നെയിൽ പോളിഷ് ഇടണമായിരുന്നു. നെയിൽ പോളിഷ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ചു കേട്ടോ. എൻ്റെ ഹെയർ വാഷ് എനിക്ക് ചെയ്യണമായിരുന്നു. 2 ദിവസമായി ഹെയർ വാഷ് ചെയ്തിട്ട്. അപ്പം ഞാൻ ഹെയർ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ, അപ്പോഴത്തേക്കും ടൈം ഒരുപാടായി, ഞാൻ നേരെ താഴെ പോയി ചോറ് കഴിച്ചു. ഇന്ന് ഞാൻ ഫിഷും ഒന്നും എടുത്തില്ല, കാരണം ഫോട്ടോഷൂട്ടിന് പോകുന്നതുകൊണ്ട് ഒരുപാട് ഹെവി മീൽ കഴിച്ച് എനിക്ക് നല്ല ഉറക്കം വരും, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചെയ്തു, മുടിയൊക്കെ ഒന്ന് ഡ്രൈ ചെയ്തു, അവിടെ പോകാനുള്ള കോസ്റ്റ്യൂമിലെത്തി. എന്നിട്ട് റൂമൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടു. എന്നിട്ട് അയൽചേട്ടൻ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ എന്തൊരു വർക്ക് പെട്ടെന്ന് വന്നു. അപ്പോൾ ആൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ 2-3 ഷോട്ട് ഞാൻ എന്നെ കൊള്ളാവില്ലെന്നൊക്കെ നോക്കിയെടുത്തു. എൻ്റെ അയൽചേട്ടൻ വന്ന് നമ്മൾ പോകുന്നത് ആക്ച്വലി വെള്ളയമ്പലത്തുള്ള വൈബ ഡിസൈനർ സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ്, ആ ബൊട്ടീക്കിൽ വെച്ചിട്ടാണ് നമുക്ക് മേക്ക് ഓവറും ചെയ്യുന്നത്. ഇത് അഹാനയൊക്കെ ഞാൻ ഇന്ന്
ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ആഹാനായിരുന്നു എനിക്ക് ഹെയറൊക്കെ ചെയ്ത് തന്നത്. ആൻഡ് മെയിൻ മേക്കപ്പ് ചെയ്തിരുന്നത് എനിക്ക് ആഹാനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആഹാന ഒരു ഓൾറൗണ്ടറാണ്. ആൾ ഹെയർ മേക്കപ്പ് ഒക്കെ ചെയ്യും. ലാക്മിന്ന് പഠിക്കുവാണോ പാസ് ഔട്ടാണോ എന്ന് എനിക്കറിയില്ല. ലാക്മിയില്ല അവർ മേക്കപ്പ് ഒക്കെ പഠിച്ചത്. ആൻഡ് അടിപൊളിയായിട്ട് വീഡിയോസ് എടുക്കും. ഭയങ്കര ഐഡിയ ആണ്. ഷോർട്സ് എടുക്കുന്നതും കാര്യങ്ങളും എഡിറ്റ് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ഐഡിയ ആണ് ആഹാനയ്ക്ക്. ദൃശ്യമാണ് കേട്ടോ മേക്കപ്പ് ചെയ്തത്. ആൻഡ് ഭയങ്കര രസമായിരുന്നു ദൃശ്യയുടെ വർക്ക് ചെയ്യാൻ. ആൻഡ് എനിക്ക് മേക്കപ്പ് ചെയ്തതും അതിൻ്റെ ഔട്ടും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. എൻ്റെ സ്കിന്നുമായിട്ട് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു എന്താ പറയുക മേക്കപ്പ് ഇട്ടതിൻ്റെ ആ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കാണാൻ ഒരു എലഗൻറ്റ് ഭംഗി ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് കോസ്റ്റ്യൂം രണ്ടും സാരി തന്നെയായിരുന്നു. അവരുടെ ഒരു എന്താ പറയുക കാഷ്വൽ സാരിയുടെ കളക്ഷൻ്റെ ഒരു ഷൂട്ടായിരുന്നു. ആൻഡ് ആ ബ്ലാക്ക് ബ്ലൗസ് അവർ തന്നെ സ്റ്റിച്ച് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പോയി മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണിക്കുന്നത് അവരുടെ ഒരു കളക്ഷനാണ്. ഞങ്ങൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന റൂമിൽ അവരുടെ ഉണ്ടായിരുന്ന കളക്ഷനാണ്. അല്ലാണ്ട് കളക്ഷൻസ് എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു ഹറിബറിയിലായിരുന്നു നമ്മൾ ഇറങ്ങിയത് ലൈറ്റ് പോവായിട്ട്. അപ്പോൾ ഇത് അമ്മു ആയിരുന്നു എൻ്റെ കോ ആർട്ടിസ്റ്റ് ഇന്ന് അമ്മു ഞാനും കൂടെ ആയിരുന്നു ഷൂട്ട്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആക്ച്വലി പോയത് മാനവീയത്തായിരുന്നു കേട്ടോ. മാനവീയം റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് മാനവീയത്ത് ഇങ്ങനെ പോയി നിൽക്കുന്നത് ഒരു ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്. ആക്ച്വലി നല്ല രസമായിരുന്നു. നമ്മൾ പെട്ടെന്ന് സിങ്കായി. ലൈക്ക് മാനവി ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ഫോട്ടോഷൂട്ട്സ് പല കോർണറിലായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പ്രീ വെഡ്ഡിങ് ഷൂട്ട്, ഡാൻസിൻ്റെ ഷൂട്ട്, അല്ലാണ്ട് ഫോട്ടോഷൂട്ട്, ഓരോ സൈഡിൽ പല രീതിയിലുള്ളത് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഷൂട്ടിനിടയിലുള്ള ക്ലിപ്പിങ്സ് ഞാനിങ്ങനെ ആഡ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. ഈ ചേട്ടനാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. ആക്ച്വലി ഞാൻ ആളുടെ പേരൊന്നും ചോദിച്ചില്ല, കാരണം അതിനൊന്നും ടൈം കിട്ടിയില്ല. ലൈറ്റ് പോകുന്ന പേടിച്ച് നമ്മൾ പെട്ടെന്ന് രണ്ടുപേരുടെയും സിംഗിൾ ഷോട്ട്സ് എടുക്കണം, രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഷോട്ട്സ് എടുക്കണം, റീൽ എടുക്കണം, ഫോട്ടോസ് എടുക്കണം, സാരി ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ഒരു തിരക്കിലായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഡിമ്മായി തുടങ്ങും. ഇപ്പോൾ പിന്നെ മഴയും കൂടെ തുടങ്ങിയുകൊണ്ട് എപ്പോൾ മഴ പെയ്യുന്നുള്ള കാര്യത്തിലും ഒരു ഡൗട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഹറിബറിയായിട്ടാണ് ചെയ്തത്. ആൻഡ് ഈ സാരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും സ്റ്റുഡിയോ പോയിട്ട് സെക്കൻഡ് സാരി എടുത്തു. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് സാരി. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കുറച്ച് ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായിരുന്നു സെക്കൻഡ് സാരി. ആൻഡ് നമ്മൾ ഇയറിങ്സ് മാറ്റി, സാരി മാറ്റി, ബ്ലൗസ് സെയിം തന്നെ ആയിരുന്നു. ദെൻ ഇതായിരുന്നു വൈബയുടെ ഓണർ ചേച്ചി. ആൻഡ് അത് കഴിഞ്ഞ് അയൽചേട്ടൻ എന്നെ വിളിക്കാൻ വന്നു. ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ടയേർഡായി, എനിക്ക് നല്ല വിശപ്പായിട്ടോ. വീട്ടിൽ വന്ന പാടെ മാഗി ഉണ്ടാക്കി, ഒരു ബുൾസ അടിച്ചു. അപ്പോൾ അച്ഛൻ പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്ന ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇട്ട് ഞാൻ അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ദെൻ പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ റൂമിൽ കയറി നമ്മുടെ ക്ലെൻസർ സ്റ്റുഡിയോന്ന് മേടിച്ച മേക്കപ്പ് റിമൂവറാണ് കേട്ടോ. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്റ്റുഡിയോയിൽ മേടിച്ച എല്ലാ പ്രോഡക്റ്റ്സും എനിക്കിഷ്ടമാണ്. ആൻഡ് ഇത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ യൂസ് ആവുമോ ഇല്ലയോ, കാരണം അവിടെ കുറച്ച് റേറ്റ് കുറവാണല്ലോ. പക്ഷെ ഞാനിപ്പം ലൈക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്, അതിനിടയ്ക്ക് എനിക്ക് തുമ്മാൻ വന്നു, സോറി. ആക്ച്വലി ഞാനിങ്ങനെ മൂക്കിൽ മേക്കപ്പ് ഇടുമ്പോഴും എനിക്കൊരു തുമ്മാനുള്ള ടെൻഡൻസി വരും. മൂക്കിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തുമ്മാനുള്ള ടെൻഡൻസി വരും കേട്ടോ. അതാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ ഞാൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് പിന്നെ യൂഷ്വലി നമ്മൾ ഫേസ് വാഷ് ഇട്ട് നന്നായിട്ട് ഫേസ് കഴുകി ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഞാൻ മുന്നേയൊക്കെ ലൈക്ക് എൻ്റെ വീട്ടിലായിരുന്നപ്പോഴൊക്കെ ഞാൻ ഐസ് വാട്ടർ ഇട്ട് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഐസ് വാട്ടർ ഇട്ട് ഫുൾ റിമൂവ് ചെയ്തിട്ട് ഐസ് വാട്ടർ ഇട്ടും കൂടെ റിമൂവ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം താഴെ പോയി ഐസ് ക്യൂബ്സ് എടുത്ത് അല്ലെങ്കിൽ ഐസ് വാട്ടർ എടുക്കാനുള്ള മടി കാരണം ഇപ്പം ഞാനത് ചെയ്യാറില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അതിലെന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. അതുകൊണ്ട് ഞാനത് ചെയ്തിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ചെയ്യണം. സോ അങ്ങനെ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്ന് എനിക്കിനി കിടക്കണം, എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ. ഞാൻ നേരെ വന്ന് TV ഇട്ടു. അപ്പോൾ ജയ് ഗണേഷ് മനോരമ മാക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജയ് ഗണേഷ് ഇരുന്ന് കാണാൻ തുടങ്ങി. കണ്ട് ഏകദേശം ഞാൻ ഫുൾ
ഏകദേശമല്ല, ഞാൻ ഫുൾ സിനിമയും കണ്ടു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ലൈക്ക് ഇങ്ങനെ ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മനോരമ മാക്സിൽ കയറി കാണുക. അത് കഴിഞ്ഞ് ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇനി എൻ്റെ നൈറ്റ് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ റെഡിയാക്കിയിട്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും. മൈൽചേട്ടൻ എത്തിയിട്ടില്ല. സോ ബൈ ബൈ.